ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച് യശോദയുടെ കയ്യിൽ ഒരു ഓമന കുഞ്ഞായി എത്തിയ സമയം ലോകനാഥനായ മഹാദേവന് തന്റെ പ്രിയപ്പെട്ട നാരായണനെ ഒരു നോക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ഒരു സാധാരണ ഋഷിമുനിയുടെ വേഷത്തിൽ ഭസ്മക്കുറി അണിഞ്ഞ് രുദ്രാക്ഷ മാല അണിഞ്ഞ് മനസ്സിൽ നിറയെ ഭക്തിയും സ്നേഹവുമായി അദ്ദേഹം ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു. ഗോകുലത്തിലെത്തിയ മഹാദേവൻ യശോദയുടെ വീടിന് മുന്നിലെത്തി. വാതിൽക്കൽ കാവൽ നിന്നവരോട് അദ്ദേഹം തന്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. എന്നാൽ ഭഗവാന്റെ അമ്മയായ യശോദയ്ക്ക് അപ്പോൾ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. തന്റെ ഉണ്ണിക്കണ്ണൻ പിറന്ന ശേഷം ഗോകുലത്തിൽ പല അസാധാരണ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. പൂതനയുടെ വരവും മറ്റ് ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളുമെല്ലാം യശോദയെ ഭയപ്പെടുത്തിയിരുന്നു. ഋഷിമുനി, എന്റെ മോൻ പിറന്നതിനു ശേഷം ഓരോരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് അപരിചിതരായ ആരെയും എന്റെ കണ്ണനെ കാണിക്കാൻ പേടിയാണ്, യശോദ വിനയപൂർവ്വം അറിയിച്ചു. മഹാദേവൻ നിരാശനാകാതെ കണ്ണനെ കണ്ടിട്ടേ മടങ്ങുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. വീടിന് പുറത്ത് ശാന്തനായി അദ്ദേഹം രാമനാമം ജപിച്ച് ധ്യാനത്തിലിരുന്നു. ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ആ ദിവ്യപുരുഷൻ കണ്ണന്റെ ദർശനത്തിനായി കാത്തിരുന്നു. ഇതേ സമയം പുറത്ത് മഹാദേവൻ തനിക്കായി കാത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉറക്കെ കരയാൻ തുടങ്ങി. ആർക്കും അവനെ സമാധാനിപ്പിക്കാനായില്ല. യശോദയും നന്ദബാബയും പരിഭ്രാന്തരായി. അപ്പോഴാണ് നന്ദബാബയ്ക്ക് ഒരു ചിന്ത വന്നത്. ഞാൻ ആ ഋഷിമുനിയെ അകത്തേക്ക് വിളിക്കാം. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, രാമനാമം ജപിക്കുന്ന ഒരു ദിവ്യനായ ഋഷിമുനിയാണ്, നന്ദബാബ പറഞ്ഞു. നന്ദബാബ മഹാദേവനെ ആദരവപൂർവ്വം വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മഹാദേവൻ അകത്ത് പ്രവേശിച്ചതും അത്ഭുതമെന്ന് പറയട്ടെ, കണ്ണൻ കരച്ചിൽ നിർത്തി. അവന്റെ കുഞ്ഞുമുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരി കണ്ടപ്പോൾ നന്ദബാബയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അദ്ദേഹം യശോദയോട് കണ്ണനെ മഹാദേവന്റെ കൈകളിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. യശോദ നിറഞ്ഞ മനസ്സോടെ കണ്ണനെ മഹാദേവന്റെ കയ്യിൽ കൊടുത്തു. കണ്ണനെ കൈകളിൽ ഏറ്റുവാങ്ങിയതും മഹാദേവന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. താൻ കാത്തിരുന്ന നിമിഷം സഫലമായതിന്റെ നിർവൃതിയിൽ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചു. തന്റെ പ്രിയപ്പെട്ട നാരായണന് അദ്ദേഹം ഒരു മനോഹരമായ സമ്മാനം നൽകി, ഒരു ഓടക്കുഴൽ. പിന്നീട് ഈ ഓടക്കുഴലിൽ നിന്നുള്ള സംഗീതം ലോകത്തെ മുഴുവൻ ആകർഷിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്തു. താൻ ആദ്യം പേടിച്ചു പോയതിന് യശോദ മഹാദേവനോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ മഹാദേവൻ സ്നേഹത്തോടെ പറഞ്ഞു, മാതേ, താങ്കൾ ഒരു അമ്മയുടെ കടമ കൃത്യമായി ചെയ്തു. താങ്കളെ പോലെ ഒരു മാതാവിനെ കിട്ടിയ എന്റെ കണ്ണൻ ഭാഗ്യവാനാണ്. ഇതു കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ മഹാദേവനോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണ് മഹാദേവ. കണ്ണനെ കാണാനെത്തിയ മഹാദേവന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.